ഡെയിലി കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒക്ടോബർ 8, 9 ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സായ പ്രകാശ് ജാവദേക്കറും ധർമ്മേന്ദ്ര പ്രധാനും നടത്തുന്ന പ്രസ് കോൺഫറൻസിനുമായി ബന്ധപ്പെട്ട ന്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് കൊറോണ വൈറസിന്റെ വ്യാപനത്തിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തണം എന്നാണ് ഈ പ്രസ് മീറ്റിംഗിൽ ഇവർ അനൗൺസ് ചെയ്യുന്നത്. അതായത് വിന്റർ സീസൺ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ കൊറോണ വൈറസിന്റെ വ്യാപനം കൂടുവാനുള്ള സാധ്യത ഉണ്ട് എന്നും അതിനെതിരെ ഇപ്പൊ സാനിറ്റൈസർ യൂസിനും അല്ലെങ്കിൽ മാസ്ക് യൂസ് ചെയ്യേണ്ടതിന്റെയൊക്കെ ആവശ്യകത മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു ക്യാമ്പയിൻ തുടങ്ങണം എന്നുള്ള കാര്യമാണ് അവർ ഈ ഒരു ന്യൂസിൽ പറയുന്നത്. നമുക്കിവിടെ ഈ യൂണിയൻ മിനിസ്റ്റേഴ്സിന്റെ വകുപ്പുകൾ, ഇവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് പഠിക്കണം. യൂണിയൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ആണ് പ്രകാശ് ജാവദേക്കർ. പ്രകാശ് ജാവദേക്കറിന് കീഴിലുള്ള ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ് യൂണിയൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ആണ് പ്രകാശ് ജാവദേക്കർ. അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. യൂണിയൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ആണ് പ്രകാശ് ജാവദേക്കർ. അതുകൂടാതെ പ്രകാശ് ജാവദേക്കറിനുള്ള മറ്റ് ചുമതലകളാണ് മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് പബ്ലിക് എന്റർപ്രൈസസ്, മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, മിനിസ്റ്റർ ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് പബ്ലിക് എന്റർപ്രൈസസ്. ഇത്രയും വകുപ്പുകളാണ് പ്രകാശ് ജാവദേക്കറിന് കീഴിലുള്ളത്. ഇനി ധർമ്മേന്ദ്ര പ്രധാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മിനിസ്റ്റർ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പെട്രോളിയം മന്ത്രി, മിനിസ്റ്റർ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് സ്റ്റീൽ. ഈ രണ്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ ആണ്. അടുത്തൊരു ന്യൂസ് ഉള്ളത് എയ്റോ ഇന്ത്യയെ കുറിച്ചാണ്. അതായത് ഡിഫൻസ് മിനിസ്ട്രി എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് എയ്റോ ഇന്ത്യ. ഈ എല്ലാ വർഷവും ഈ പ്രോഗ്രാം ബംഗളൂരു വെച്ചാണ് നടക്കുന്നത്. കർണാടകയിലെ ബംഗളൂരു വെച്ചാണ് ഈ പ്രോഗ്രാം, ഈ എയ്റോ ഇന്ത്യ നടക്കുന്നത്. ഈ അടുത്ത വർഷം ഇനി നടക്കാൻ 2021 നടക്കാൻ പോകുന്നത് 13ാമത്തെ എയ്റോ ഇന്ത്യ പ്രോഗ്രാം ആണ്. ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ കർണാടകയിലെ ബാംഗ്ലൂരിൽ ഈ പ്രോഗ്രാം നടക്കുമോ എന്നുള്ള ചർച്ചകൾ കർണാടക CM BS യെദ്യൂരപ്പയുമായിട്ട് യൂണിയൻ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ചർച്ച ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇത് കർണാടക CM ആരാണെന്ന് പഠിക്കണം, യൂണിയൻ ഡിഫൻസ് മിനിസ്റ്റർ ആരാണെന്നും പഠിക്കണം. കർണാടക CM, കർണാടകയുടെ ചീഫ് മിനിസ്റ്റർ, കർണാടകയുടെ മുഖ്യമന്ത്രിയാണ് BS യെദ്യൂരപ്പ. യൂണിയൻ ഡിഫൻസ് മിനിസ്റ്റർ, കേന്ദ്ര പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. കർണാടക കേരളത്തിന്റെ അയൽ സംസ്ഥാനമാണ്, അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കർണാടകയുടെ CM BS യെദ്യൂരപ്പയാണ്. യൂണിയൻ ഡിഫൻസ് മിനിസ്റ്റർ ആണ് രാജ്നാഥ് സിംഗ്. മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ 5G എന്നിവയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യ ജപ്പാൻ സൈബർ സെക്യൂരിറ്റി കരാറിന് അനുമതി നൽകിക്കൊണ്ടുള്ള ചർച്ച നടന്നതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, 5G എന്നീ മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ഇന്ത്യ ജപ്പാൻ സൈബർ സെക്യൂരിറ്റി കരാറിന് അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു ചർച്ച നടന്നതുമായി ബന്ധപ്പെട്ട ന്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇത് അതായത് 13ാമത് ഇന്ത്യ ജപ്പാൻ ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് നടന്നത് ടോക്കിയോയിലാണ്. ടോക്കിയോ ജപ്പാന്റെ തലസ്ഥാനമാണ്. നമുക്ക് അതുപോലെ തന്നെ 2 ഫോറിൻ മിനിസ്റ്റേഴ്സിനെ പഠിക്കണം. ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ ആണ് S ജയശങ്കർ. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയാണ് S ജയശങ്കർ. ഇദ്ദേഹം മുൻ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു. നിലവിൽ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ ആണ് S ജയശങ്കർ. അതുപോലെ തന്നെ ജപ്പാനീസ് ഫോറിൻ മിനിസ്റ്റർ ആണ് തോഷിമിത്സു മൊട്ടേഗി ആണ് ജപ്പാന്റെ ഫോറിൻ മിനിസ്റ്റർ. അതുപോലെ തന്നെ ഇവിടെ അടുത്തൊരു ന്യൂസ് ഉള്ളത് കെമിസ്ട്രിയുടെ നോബലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. കെമിസ്ട്രിക്ക് ഈ വർഷം ലഭിച്ച 2020 നോബൽ ലഭിച്ചു. ആ നോബലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫിസിക്സിന്റെയും മെഡിസിന്റെയും ഒക്കെ നോബൽ ലഭിച്ച ആർക്കാണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. 2020 കെമിസ്ട്രിയുടെ നോബൽ ലഭിച്ചത് ഇമാനുവൽ കാർപ്പനീറ്റർ എന്ന് പറയുന്ന ഫ്രാൻസുകാരിക്കും അതുപോലെ തന്നെ ജെനിഫർ ഡോണ എന്ന് പറയുന്ന USA കാരിക്കുമാണ് ഇത്തവണത്തെ കെമിസ്ട്രിയുടെ നോബൽ പ്രൈസ് ലഭിച്ചത്. ഇമാനുവൽ കാർപ്പനീറ്റർ എന്ന് പറയുന്ന ഫ്രാൻസുകാരിക്കും അതുപോലെ തന്നെ ജെനിഫർ ഡോണ എന്ന് പറയുന്ന USA വനിതകൾക്ക്, ഈ 2 വനിതകൾക്കാണ് ഇത്തവണത്തെ കെമിസ്ട്രിയുടെ നോബൽ സമ്മാനം ലഭിച്ചത്.
എന്തിനാണ് ഈ നോബൽ പ്രൈസ് കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്പർ-കാസ്9 എന്ന ജീൻ എഡിറ്റിംഗ് ടെക്നിക്ക് വികസിപ്പിച്ചു. ക്രിസ്പർ-കാസ്9 എന്ന ജീൻ എഡിറ്റിംഗ് ടെക്നിക്ക് വികസിപ്പിച്ചതിനാണ് ഈ ഇമാനുവൽ കാർപനീറ്ററിനും ജെനിഫർ ഡോണയ്ക്കും നോബൽ പ്രൈസ് ലഭിച്ചത്. 6th and 7th woman to receive the Nobel Prize in Chemistry. കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് വാങ്ങിക്കുന്ന 6ാമത്തെയും 7ാമത്തെയും വനിതയാണ് ഈ പറയുന്ന വ്യക്തികൾ. അതുപോലെ തന്നെ ഫസ്റ്റ് വുമൺ, കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ വനിതയാണ് മേരി ക്യൂറി. ഇത് കഴിഞ്ഞ ദിവസം ഫിസിക്സിന്റെ നോബലുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച കാര്യമാണ്. ഫസ്റ്റ് വുമൺ, കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം നേടുന്ന ഫസ്റ്റ് വുമൺ ആണ് മേരി ക്യൂറി. 1911 മേരി ക്യൂറി കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം നേടുന്നത്. ഫസ്റ്റ് നോബൽ പ്രൈസ് ഫോർ കെമിസ്ട്രി, കെമിസ്ട്രിയിൽ ആദ്യം നോബൽ സമ്മാനം നേടുന്നത്, കെമിസ്ട്രിയിൽ ആദ്യം നോബൽ സമ്മാനം നേടുന്ന വനിതയാണ് മേരി ക്യൂറി എന്ന് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് നോബൽ പ്രൈസ് ഫോർ കെമിസ്ട്രി, കെമിസ്ട്രിയിൽ ആദ്യത്തെ നോബൽ സമ്മാനം നേടുന്നത് ജേക്കബ്സ് ഹെൻറിക്കസ് വാൻഹോഫ് ആണ്. ജേക്കബ് ഹെൻറിക്കസ് വാൻഹോഫ് ആണ് നോബൽ പ്രൈസ്, കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് ആദ്യമായിട്ട് നേടുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു അടുത്തൊരു ന്യൂസ് ആണ്. RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ, പുതുതായി നിയമിതനായ RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ M രാജേശ്വർ റാവു ആണ്. പുതുതായി നിയമിതനായ RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ ആണ് M രാജേശ്വർ റാവു. അതുപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് 25ാമത്തെ RBI ഗവർണർ, 25th RBI ഗവർണറാണ് ശക്തികാന്ത ദാസ്. നിലവിലെ RBI ഗവർണറാണ് ശക്തികാന്ത ദാസ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. 25ാമത്തെ RBI ഗവർണറാണ് ശക്തികാന്ത ദാസ്. നിലവിലെ RBI ഗവർണറും ശക്തികാന്ത ദാസ് ആണ്. RBI ഡെപ്യൂട്ടി ഗവർണറാണ് പുതുതായി നിയമിതനായി M രാജേശ്വർ റാവു. ഇനി ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് രാംവിലാസ് പസ്വാന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യം. രാംവിലാസ് പസ്വാൻ കേന്ദ്രമന്ത്രിയായിരുന്ന രാംവിലാസ് പസ്വാൻ അന്തരിച്ചു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യൂണിയൻ മിനിസ്റ്റർ ഫോർ ഫുഡ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് രാംവിലാസ് പസ്വാൻ പാസ്ഡ് അവേ. ഇദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന, യൂണിയൻ മിനിസ്റ്റർ ആയിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. ഇദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് ആണ്. ഭക്ഷ്യവകുപ്പാണ് ഇദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ കൈകാര്യം ചെയ്തിരുന്നത്. ഫുഡ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് ആണ് രാംവിലാസ് പസ്വാൻ കൈകാര്യം ചെയ്തത്. മിസ്റ്റർ പസ്വാൻ വാസ് എ മിനിസ്റ്റർ അണ്ടർ 6 പ്രൈം മിനിസ്റ്റേഴ്സ്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് 6 പ്രധാനമന്ത്രിമാരുടെ കീഴിൽ കേന്ദ്രമന്ത്രിയായിരുന്ന വ്യക്തിയാണ് രാംവിലാസ് പസ്വാൻ. 6 പ്രധാനമന്ത്രിമാരുടെ കീഴിൽ കേന്ദ്രമന്ത്രിയായിരുന്ന വ്യക്തിയാണ് രാംവിലാസ് പസ്വാൻ. അതായത് ദേവഗൌഡ മുതൽ നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിമാരുടെ കീഴിലെല്ലാം രാംവിലാസ് പസ്വാൻ കേന്ദ്രമന്ത്രിയായിരുന്നു. അതായത് 1996 ശേഷം എല്ലാ മന്ത്രിസഭകളിലും രാംവിലാസ് പസ്വാൻ മന്ത്രിയായിരുന്നു. ലോക് ജനശക്തി പാർട്ടിയുടെ ഫൗണ്ടറാണ്, സ്ഥാപകനും പ്രധാന നേതാവുമാണ് രാംവിലാസ് പസ്വാൻ. ലോക് ജനശക്തി പാർട്ടിയുടെ ഫൗണ്ടറും. ബീഹാറിലാണ് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന പ്രവർത്തന മേഖല ബീഹാറാണ്. ലോക് ജനശക്തി പാർട്ടിയുടെ ഫൗണ്ടറാണ് രാംവിലാസ് പസ്വാൻ. അപ്പൊ നമ്മുടെ രാംവിലാസ് പസ്വാനെ കുറിച്ച് ഇവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ, യൂണിയൻ ഫുഡ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് വകുപ്പ് കൈകാര്യം ചെയ്ത, ഫുഡ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് കൈകാര്യം ചെയ്തിരുന്ന ആളായിരുന്നു രാംവിലാസ് പസ്വാൻ. അതുപോലെ തന്നെ രാംവിലാസ് പസ്വാന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് 6 പ്രധാനമന്ത്രിമാരുടെ കീഴിൽ കേന്ദ്രമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് രാംവിലാസ് പസ്വാൻ. ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ലോക് ജനശക്തി പാർട്ടിയാണ്. ബീഹാർ കേന്ദ്രീകൃതമായ രാഷ്ട്രീയ പാർട്ടിയാണിത്. അതുപോലെ തന്നെ മറ്റൊരു ന്യൂസ് ഉള്ളത് മുംബൈ നാഗ്പൂർ എക്സ്പ്രസ് വേ വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മുംബൈ നാഗ്പൂർ എക്സ്പ്രസ് വേ 2022 മെയ് 1 നിലവിൽ വരും. മുംബൈ നാഗ്പൂർ എക്സ്പ്രസ് വേ, അതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഒഫീഷ്യൽ നെയിം ഹിന്ദു ഹൃദയ സാമ്രാട്ട് ബാലാസാഹിബ് താക്കറെ മഹാരാഷ്ട്ര സമൃദ്ധി ഹൈവേ എന്നാണ്. 2022 മെയ് 1 മുംബൈ നാഗ്പൂർ എക്സ്പ്രസ് വേ നിലവിൽ വരുന്നത്. ഈ എക്സ്പ്രസ് വേയുടെ ഒഫീഷ്യൽ നെയിം ഹിന്ദു ഹൃദയ സാമ്രാട്ട് ബാലാസാഹിബ് താക്കറെ മഹാരാഷ്ട്ര സമൃദ്ധി ഹൈവേ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ആര് എന്നുള്ളത്. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയാണ്.
മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയാണ്. ഉദ്ധവ് താക്കറെയുടെ പിതാവും അതുപോലെ തന്നെ ശിവസേന എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകനുമാണ് ബാലാസാഹിബ് താക്കറെ. അടുത്തൊരു ന്യൂസ് ഉള്ളത് നോബൽ പ്രൈസുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ഈ 2020 ലഭിച്ചത് ലൂയിസ് ഗ്ലക്ക് എന്ന് പറയുന്ന വനിതയ്ക്കാണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത്. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന 16ാമത് വനിതയാണ് ലൂയിസ് ഗ്ലക്ക്. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന 16ാമത് വനിതയാണ് ലൂയിസ് ഗ്ലക്ക്. ഈ വ്യക്തിയുടെ കുറച്ച് പുസ്തകങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ വൈൽഡ് ഐറിസ് പുസ്തകങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നോബൽ സമ്മാനം ലഭിച്ച ആൾക്കാരുടെ പുസ്തകങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ പുസ്തകം ആരാണ് എഴുതിയത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ഗ്ലക്കിൻ്റെതല്ലാത്ത പുസ്തകം ഏത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം പരീക്ഷകളിൽ. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട പുസ്തകങ്ങളെങ്കിലും നമ്മൾ കുറഞ്ഞത് പഠിച്ചിരിക്കണം. ദ വൈൽഡ് ഐറിസ്, അതുപോലെ തന്നെ ഫെയ്ത്ത്ഫുൾ ആൻഡ് വിർഷ്യസ് നൈറ്റ്, വിർഷ്യസ് നൈറ്റ്, അതുപോലെ തന്നെ ട്രയംഫ് ഓഫ് ആക്കിലസ്, ഈ 3 പുസ്തകങ്ങളും പ്രധാനപ്പെട്ടതാണ്. 2020 നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ലൂയിസ് ഗ്ലക്കിനാണ് ലഭിച്ചത്. ഈ സ്ഥാനത്ത് അല്ലെങ്കിൽ ഈ നോബൽ സമ്മാനം ലഭിക്കുന്ന സാഹിത്യ നോബൽ സമ്മാനം ലഭിക്കുന്ന 16ാമത്തെ വനിതയാണ് ലൂയിസ് ഗ്ലക്ക്. പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ദ വൈൽഡ് ഐറിസ്, ഫെയ്ത്ത്ഫുൾ ആൻഡ് വിർഷ്യസ് നൈറ്റ്, ദ ട്രയംഫ് ഓഫ് ആക്കിലസ് എന്നതാണ് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. ഇനി മറ്റൊരു ഫാക്ട് ഉള്ളത്, ഇതിൽ ന്യൂസിന് വലിയ ഇമ്പോർട്ടന്റ് ഇല്ല. അതായത് ചൈനയിൽ നിന്നൊരു പ്രതിനിധി ശ്രീലങ്ക സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചൈനയുടെ ഹൈ പവേർഡ് ചൈനീസ് ഡെലിഗേഷൻ ലെഡ് ബൈ യാങ് ജിച്ചി ശ്രീലങ്ക സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ശ്രീലങ്കയുടെ പ്രസിഡന്റിനെയും ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയെയും പഠിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ അയൽ രാജ്യമാണ് ശ്രീലങ്ക. അപ്പൊ ശ്രീലങ്കയുടെ പ്രസിഡന്റിനെയും ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയെയും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഗോതബയ രജപക്ഷയാണ് ശ്രീലങ്കയുടെ പ്രസിഡന്റ്. ശ്രീലങ്കയുടെ പ്രസിഡന്റ്. അതുപോലെ തന്നെ ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹീന്ദ്ര രജപക്ഷയാണ്. ഇത് നമുക്കൊരു പക്ഷേ മഹീന്ദ്ര രജപക്ഷെ അറിഞ്ഞിരിക്കാം. മഹീന്ദ്ര രജപക്ഷയാണ് ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി, മഹീന്ദ്ര രജപക്ഷ. അതുപോലെ തന്നെ ശ്രീലങ്കൻ പ്രസിഡന്റ് ആണ് ഗോതബയ രജപക്ഷ. ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണ്. ഈ അടുത്ത ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ശ്രീലങ്കയുടെ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും അറിഞ്ഞിരിക്കണം. ഗോതബയ രജപക്ഷയാണ് ശ്രീലങ്കയുടെ പ്രസിഡന്റ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി മഹീന്ദ്ര രജപക്ഷയാണ്. രണ്ടുപേരും സഹോദരങ്ങളാണ്. ഇനി അടുത്ത് നമുക്ക് ഫ്രഞ്ച് ഓപ്പണുമായി ബന്ധപ്പെട്ട ഒരു ഫാക്റ്റ് ആണ് പഠിക്കേണ്ടത്. യങ്ങസ്റ്റ് പ്ലെയർ ടു റീച്ച് ദ ഫ്രഞ്ച് ഓപ്പൺ വിമൻസ് ഫൈനൽ. ഫ്രഞ്ച് ഓപ്പൺ വിമൻസ് ഫൈനലിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് ഐഗ സീടക് എന്ന് പറയുന്ന വനിതയാണ് ഫ്രഞ്ച് ഓപ്പണിന്റെ ഫൈനലിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത. പോളണ്ടുകാരിയാണ്. 19 വയസ്സാണ് ഉള്ളത്. അപ്പം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് പോളിഷ് വുമൺ ഇൻ ദ ഓപ്പൺ എറാ ടു അഡ്വാൻസ് ടു ഫ്രഞ്ച് ഓപ്പൺ ഫൈനൽ. ഫ്രഞ്ച് ഓപ്പൺ ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ പോളണ്ടുകാരിയാണ് ഈ വനിത എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഇതെല്ലാമാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഈ ചാനൽ ഷെയർ ചെയ്യുക.